സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുറൻസ് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി ഒരേക്കറാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് ഈ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കും. കഴിഞ്ഞ വർഷമുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ ഇടുക്കിയിലെ ഏലം കൃഷി മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം നേരിട്ടിരുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിലവിലുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി കൂടുതൽ വിളകൾ ഉൾപ്പെടുത്തുന്നതിനും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിനുമായി സർക്കാർ പ്രപ്പോസൽ തയ്യാറാക്കി വരികയാണ്. ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് ഈ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കും. കഴിഞ്ഞ വർഷം ഉണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ ഇടുക്കിയിലെ ഏലം കൃഷി മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം നേരിട്ടിരുന്നു. മുൻപ് നിലനിന്നിരുന്ന സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം കുറഞ്ഞത് 1 ഹെക്ടറെങ്കിലും ഏലകൃഷിക്ക് നാശനഷ്ടം ഉണ്ടായാൽ മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന നിലയിൽ നിന്നും ചെറുകിട നാമമാത്ര കർഷകരെ കൂടി ആനുകൂല്യത്തിന്റെ പരിധിയിൽ എത്തിക്കുന്ന തരത്തിലാണ് കൃഷി വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിള ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത നാളിൽ ഇറങ്ങിയ സർക്കാർ ഉത്തരവ് തീർച്ചയായിട്ടും ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. കാരണം നേരത്തെ 1 ഹെക്ടർ വരെയും ഉള്ള ആൾക്കാർക്ക് വിള ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇതിപ്പം 1 ഏക്കർ മുകളിലോട്ടുള്ളവർക്ക് 1 ഏക്കർ വരെ ഉള്ളവർക്ക് വിള ഇൻഷുറൻസ് ചെയ്യാമെന്നുള്ള സർക്കാർ ഉത്തരവ് തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും കർഷകനെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു അഭിവൃദ്ധിയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കൃഷിയില്ലെങ്കിൽ, കൃഷിമേഖല തകർന്നു പോയാൽ ഒരു രാജ്യവും നിലനിൽക്കില്ല. അപ്പം നമുക്കറിയാം, നമ്മുടെയൊക്കെ ഓർമ്മയിൽ ധാരാളം നെൽപ്പാടങ്ങളുണ്ടായിരുന്നു ഹൈറേഞ്ചിലും നാട്ടിൻപുറങ്ങളിലും എല്ലാം. എന്നാൽ ഇന്ന് ഇത് മുന്നോട്ട് ഈ കൃഷി കൊണ്ടുപോകാൻ സാധിക്കാതെ വളരെ നഷ്ടം സഹിച്ചുകൊണ്ട് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ആ കൃഷിയൊക്കെ ആൾക്കാരൊന്ന് ഉപേക്ഷിച്ച് പാടങ്ങളൊക്കെ തരിശായിട്ട് കിടക്കുന്നു. പല സ്ഥലങ്ങളിലും മണ്ണിട്ട് ഇത് നികത്തി മറ്റ് കൃഷിയിലേക്ക് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കർഷകനെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണകളും സർക്കാരിൻ്റെ ഭാഗത്ത് തന്നില്ല എങ്കിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് ഇത് വഴിയൊരുക്കും. ഭേദഗതി വരുത്തിയ ഉത്തരവ് പ്രകാരം 100 സെന്റ് കായ്ഫലമുള്ള ഏലം കൃഷി 1 വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിന് 600 രൂപയാണ് പ്രീമിയം. 3 വർഷത്തേക്ക് ഒരുമിച്ച് ഇൻഷുർ ചെയ്യാൻ 1500 രൂപ അടച്ചാൽ മതിയാകും. 100 സെന്റിലുണ്ടായ പൂർണ്ണമായ ഏലം കൃഷി നാശത്തിന് 24,000 രൂപയാണ് നഷ്ടപരിഹാര തുകയായി നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷമുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ ഏലം കൃഷിക്ക് വ്യാപക നാശനഷ്ടം നേരിട്ട സാഹചര്യത്തിൽ മുൻകാല പ്രാബല്യത്തോടെ പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ വരൾച്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളം കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഇടുക്കിയിലെ പോലെയുള്ള സ്ഥലങ്ങൾക്ക് ഒരിക്കലും അനുഭവപ്പെടാത്ത വരൾച്ചയാണ് ഉണ്ടായത്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് വിള ഇൻഷുറൻസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ കഴിഞ്ഞ വരൾച്ചയെ കൂടെ ഉൾപ്പെടുത്തി കർഷകന് വിള ഇൻഷുറൻസിൻ്റെ സംരക്ഷണം, ധനസഹായം കിട്ടുമെന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ വർഷത്തെ വരൾച്ചയോടെ ഉൾപ്പെടുത്തി ഇത് കർഷകർക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ഉത്തരവ് കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.